എന്തുകൊണ്ട് വീഴ്ചകൾ പ്രായമായവരിൽ പ്രധാനമാണ്? ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. നമ്മൾ അറിഞ്ഞിരിക്കുക 65 വയസ്സിൽ കൂടുതലുള്ളവരിൽ 1/4 ആൾക്കാർ ഓരോ വർഷവും വീഴ്ച മൂലമുള്ള പരിക്കുകൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് അപകടം മൂലമല്ലാതെ ഉണ്ടാകുന്ന പരിക്കുകളിൽ മരണമുണ്ടാക്കുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് വീഴ്ചകൾ. 50 വയസ്സിന് ശേഷം ഏകദേശം 50% പേർക്ക് വർഷം തോറും, 50 80 വയസ്സിന് ശേഷമുള്ളവർക്ക് ഏതാണ്ട് 50% പേരും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വീഴാറുണ്ട്. എന്നാൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ 50% പേർ മാത്രമേ പൂർണ്ണമായി സുഖം പ്രാപിക്കാറുള്ളൂ. അറിഞ്ഞിരിക്കുക, 1/4 ആൾക്കാർ 65 വയസ്സിന് ശേഷമുള്ളവർ വീഴാറുണ്ട്. നിങ്ങളതിൽ ഒരാളാകാതിരിക്കട്ടെ. എന്തൊക്കെയാണ് വീഴ്ചയുടെ സാധാരണ കാരണങ്ങളെന്ന് നോക്കാം. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്, ഒന്ന്, ബാലൻസ് കുറവും ദുർബലമായ പേശികളും. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇതുകൂടാതെ നമ്മുടെ സറൗണ്ടിങ്സിൽ, എൻവയൺമെൻറ്റിലുള്ള കാര്യങ്ങൾ, വഴുതലുള്ള തറ, വളരെ സ്മൂത്തായിട്ടുള്ള തറയിൽ വെള്ളം വീണ് കിടക്കുക, അയഞ്ഞ പരവിധാനികൾ, വെളിച്ചക്കുറവ്, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, തിമിരം, മോശമായ ഗ്ലാസുകൾ, മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, പ്രത്യേകിച്ച് പ്രഷറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, തലകറക്കത്തിനുള്ള മരുന്നുകൾ, ജലദോഷത്തിനുള്ള മരുന്നുകൾ. ഇതുകൂടാതെ ദീർഘകാല രോഗങ്ങളായ പാർക്കിൻസൺസ് ഡിസീസ്, പ്രമേഹം, ആർത്രൈറ്റിസ് മുതലായവയും. നമ്മൾ ഒന്നുകൂടി അറിഞ്ഞിരിക്കണം, ബാലൻസ് കുറവുള്ള അല്ലെങ്കിൽ പേശികൾക്ക് ദുർബലമായ പേശികളുള്ളവർക്ക് ഏത് അസുഖം വന്നു കഴിഞ്ഞാലും, പുതിയതായിട്ടൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് അവർക്ക് മൊത്തത്തിൽ പഴുപ്പ് വരിക, അത് വീഴ്ചയിലൂടെ ആയിരിക്കും ആദ്യമായിട്ട് കാണുക. അതുപോലെ വീഴുന്നത് പലപ്പോഴും ബാലൻസ് കൊണ്ട് മാത്രമല്ല, ബാലൻസ് കുറവുള്ള ഒരു വ്യക്തിക്ക് മൂത്രം പെട്ടെന്ന് പോകണമെന്ന് തോന്നുകയും അവർ ഓടുന്ന സമയത്ത് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം പലപ്പോഴും ഈ പ്രായത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ബാലൻസ് കുറവിനൊപ്പം പുതിയതായി ഉണ്ടാകുന്ന അസുഖങ്ങളും ഒരു കാരണമാണ്. ഇനി വീഴ്ചയുടെ അനന്തര ഫലങ്ങൾ ഞാൻ പറഞ്ഞു. ഏതാണ്ട് 50% വ്യക്തികൾ മാത്രമേ വീഴ്ചയ്ക്ക് ശേഷം നോർമൽ ആകാറുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടിപ്പെല്ലിൻ്റെ ഫ്രാക്ചർ, ഫ്രാക്ചർ. അടുത്തത് തലയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ. ഒന്ന് വീണ് കഴിഞ്ഞാൽ വീണ്ടും വീഴുമോ എന്ന ഭയം. ഇതുമൂലം ചലനശേഷി നഷ്ടപ്പെടുന്നു, കുറയുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, സാമൂഹികമായി ഒറ്റപ്പെടുന്നു, അവർ വിഷാദത്തിലേക്ക് പോകുന്നു. അതിനാലാണ് ഞാൻ പറഞ്ഞത്, വീഴ്ചയുണ്ടായ ഒരു വ്യക്തി 50% ആൾക്കാർ മാത്രമേ വീണ്ടും നോർമൽ ആകാറുള്ളൂ. ഇനി ലളിതമായ ചില പ്രതിരോധ നടപടികളുണ്ട്, എക്സസൈസുകൾ. ഞാൻ അടുത്ത സെഷനിൽ വ്യക്തമായിട്ട് പറയാം. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതുണ്ട്, നിന്നുകൊണ്ട് ചെയ്യാവുന്നതുണ്ട്, കിടന്നുകൊണ്ട് ചെയ്യാവുന്നതുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കസേരയിൽ ഇരുന്ന് എണീക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം എണീക്കുകയും നിൽക്കുകയും ഇരിക്കുകയും എണീക്കുകയും ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് കസേരയിൽ ബാലൻസ് കുറവുള്ളവർക്ക് കസേരയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണീക്കാൻ സാധിക്കും. ഒരു 10 തവണ ദിവസം ഓരോ തവണയും ഇരിക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ, സമയം കിട്ടുമ്പോൾ ചെയ്താൽ, ഇതൊരു വളരെ നല്ല എക്സർസൈസാണ്. കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വലിയ എക്യുപ്മെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും എവിടെയും ചെയ്യാവുന്ന, നമ്മുടെ കാലുകളുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള നല്ല എക്സർസൈസാണ്. പലപ്പോഴും പറയാറുണ്ട്, മരണം വരുന്നത് കാലുകളിലൂടെയാണ്. അതായത് കാലുകളുടെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഴാനും, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ എല്ലാം കാണിക്കാനായിട്ടുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് കാലുകളുടെ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാം. അതിനാലാണ് കാലുകളുടെ ശക്തി ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി ഇങ്ങനെയുള്ള പല എക്സർസൈസുകളും ഉണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പം ബാലൻസ്
പരിശോധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്. ഇപ്പം ഒരു കാലിൽ നിൽക്കുക. ശ്രദ്ധിക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഒരു കസേരയിലോ മറ്റു സ്ഥലത്തോ പിടിച്ചുകൊണ്ട് മാത്രമേ നിൽക്കാവുള്ളൂ. പിന്നെ ഒരു കാൽ മറ്റേ കാലിന് മുമ്പിൽ വെച്ച് ഒരു ലൈനിലൂടെ നടക്കുക. ഇതും ബാലൻസിന് നല്ലതാണ്. അതായത് നേർരേഖയിലൂടെ ഒരു കാലിന് മുമ്പിൽ മറ്റേ കാല് വെച്ച് അടിവെച്ച് നടക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർ യാതൊരു കാരണവശാലും ഒരു പരസഹായമോ സപ്പോർട്ടോ ഇല്ലാതെ ഇത് ചെയ്യരുത്. ഇനി വീട്ടിൽ എന്തൊക്കെ സുരക്ഷാ നടപടികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഒരു വീട്ടിലെ ഏറ്റവും അപകടകരമായ സ്ഥലം ബാത്റൂമാണ് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള കൈപിടികൾ, ഇപ്പം ബാത്റൂം എൽഡർലി ഫ്രണ്ട്ലി ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലെ സാധാരണഗതിയിലെ പരവതാനികളാണ് ഒരു റിസ്ക്. മടങ്ങിക്കിടക്കുന്ന പരവതാനികളിൽ കാല് തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകിൽ പരവതാനികൾ മാറ്റുക, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വൃത്തിയായിട്ട് വെക്കുക. അയഞ്ഞ ചെരുപ്പുകൾ, ലൂസായ ചെരുപ്പുകൾ, തറയിൽ എന്തെങ്കിലും സാധനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതിൽ തട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നല്ല വൃത്തിയുള്ള കാലിന് ഫിറ്റ് ചെയ്യുന്ന ചെരുപ്പുകൾ ഉപയോഗിക്കുക. അടുത്തത് ജീവിതശൈലിയിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. നമ്മൾ പതിവായിട്ടുള്ള കണ്ണിൻ്റെയും കേൾവിയുടെയും പരിശോധന, പിന്നെ ആവശ്യത്തിന് കാൽസ്യം, വൈറ്റമിൻ ഡി എന്നീ മരുന്നുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് സജീവമായിരിക്കുക, ആക്റ്റീവായിരിക്കുക എന്നതാണ്. നടത്തം, യോഗ മുതലായവ ഇതിന് ഉപകാരപ്പെടും. മരുന്നുകളുടെ അവലോകനം വളരെ സുപ്രധാനമാണ്. പ്രായമുള്ളവർ പല ഡോക്ടർമാരിൽ നിന്നും സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നും ഒക്കെയായി മരുന്ന് കഴിക്കാറുണ്ട്. പലപ്പോഴും ഒരു ഡോക്ടറുടെ ചെല്ലുമ്പോൾ മറ്റു ഡോക്ടർ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് പറയാറില്ല. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കയ്യിലുള്ള മരുന്നുകൾ എല്ലാം കയ്യിലെടുക്കുക. പ്രിസ്ക്രിപ്ഷൻ മാത്രം പോരാ, മരുന്നുകളും കയ്യിലിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരേ മരുന്നുകൾ തന്നെ, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ തന്നെ വീണ്ടും എഴുതാനും അങ്ങനെ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രധാന സന്ദേശം, വീഴ്ചകൾ സാധാരണ വാർദ്ധക്യത്തിൻ്റെ ഒരു ഭാഗമല്ല. അതായത് പ്രായമായതുകൊണ്ട് വീഴണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വ്യായാമം, സുരക്ഷിതമായ വീട്, പിന്നെ അവബോധം, ഇങ്ങനെയുള്ള ചെറിയ ചുവടുവയ്പ്പുകൾ നടത്തിയാൽ നിങ്ങൾക്കും ശക്തരാകാനും സ്ഥിരതയുള്ളവരാകാനും സ്വതന്ത്രമായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അടുത്ത സെഷനിൽ ചെയ്യാവുന്ന ചെറിയ എക്സർസൈസുകളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഇത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.